വന്ദേമാതരത്തെക്കുറിച്ച് കോൺഗ്രസിന് നേരത്തെ ഞങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ തന്നെ പതിറ്റാണ്ടുകളായ ഒരു അഭിപ്രായമുണ്ട്, നിലപാടുണ്ട്, നയമുണ്ട്. അത് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അലയടിച്ച വലിയ ദേശീയ വികാരം സ്വാതന്ത്ര്യലബ്ധിക്ക് അനുകൂലമായി വഴിതിരിച്ചുവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന നിലയ്ക്ക് ആഘോഷിക്കപ്പെട്ടതാണ്. അത് തിരിച്ചറിഞ്ഞു തന്നെയാണ് ഈ ഓരോ ഘട്ടത്തിലും വന്ദേമാതരത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടായപ്പോൾ ദേശീയ നേതാക്കളുടെ പ്രതികരണങ്ങൾ ഉണ്ടായത്. അങ്ങനെയാണ് നേരത്തെ സുനിൽ സ്മൃതി മാഡം ഒക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ടാഗോറുമായുള്ള അഭിപ്രായം അടക്കം തേടിക്കൊണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്. മഹാകവിയാണ് ഒന്നാമത്തേത്, രാഷ്ട്രീയ ബോധ്യമുള്ള ഒരാളാണ്, നമ്മുടെ ദേശീയ ഗാനത്തിന്റെ രചയിതാവാണ്. അങ്ങനെ കൃത്യമായി ചോദിച്ച ദേശീയ നേതാക്കൾ, ഒന്നാമത്തെ സർക്കാരിലെ മന്ത്രിമാരടക്കമുള്ളൂ. ഇപ്പം നമ്മൾ ശ്യാമപ്രസാദ് മുഖർജിയുടെ ഒക്കെ കാര്യം ചോദിക്കും, ദേശീയ നേതാക്കളാണ് സർക്കാരിൻ്റെ ഭാഗമായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചർച്ചകളിലെല്ലാം നിന്നതിന് ശേഷമാണ് ഈ രണ്ട് സ്റ്റാൻസ മാത്രമായി വന്ദേമാതരം ദേശീയ ഗീതമായി അംഗീകരിക്കുന്നത്. അങ്ങനെ അംഗീകരിച്ച ദേശീയ ഗീതം പിന്നീട് ഈ പതിറ്റാണ്ടുകൾ ഇത്രയും കടന്നതിന് ശേഷം വന്ദേമാതരത്തിൻ്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി അത് പൂർണ്ണാർത്ഥത്തിൽ ആലപിക്കണം എന്ന തീരുമാനമുണ്ടാകുന്നു. നിയമപരമായിട്ടാണോ ഉണ്ടാകുന്നത്? ഉത്തരവിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അപ്പോഴും അത് നിയമം എന്ന നിലയ്ക്ക് അംഗീകരിക്കപ്പെടേണ്ടുന്ന, അല്ലെങ്കിൽ അത് നിർബന്ധ ബുദ്ധിയോടുകൂടി അനുസരിക്കപ്പെടേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല. രണ്ടായിട്ട് നമ്മളതിനെ കാണണം. ഒന്ന്, സംസ്ഥാനത്ത് എന്താണ് സംഭവിച്ചത്; രണ്ട്, ദേശീയ തലത്തിൽ എന്താണ് സംഭവിച്ചത്. പക്ഷേ അവിടെ ഒരു കോമൺ ഫാക്ടർ ഉണ്ട്, കോൺഗ്രസിൽ എന്നതുകൂടി. സംസ്ഥാനത്ത് വന്ദേമാതര ആലാപനം ഉണ്ടായിട്ടില്ല. വന്ദേമാതരം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അത് സ്വാതന്ത്ര്യ ദിനത്തിൽ കാണാം എന്നാണ് കോൺഗ്രസ് നേതാക്കൾ നയം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്. സംസ്ഥാനത്ത് 4-ാം തീയതി പൊതുഭരണ വകുപ്പിന്റെ ഉത്തരവ് വരുന്നു, എങ്ങനെയാണ് വന്ദേമാതര സ്വാതന്ത്ര്യ ദിനാഘോഷം ഉണ്ടാകേണ്ടത് എന്നുള്ളത്. അതിലെവിടെയും വന്ദേമാതരം എന്ന് പറയുന്നില്ല. അതിനുശേഷം 6-ാം തീയതി 2 ദിവസം കഴിഞ്ഞ് ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം വരുന്നു. ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശത്തിലാണ് ഈ പറയുന്നത് പോലെ വന്ദേമാതര ആലാപനത്തിൽ കേന്ദ്ര നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണം എന്ന് പറയുന്നത്. ഈ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ഫെബ്രുവരി മാസത്തിൽ പുറത്തു വന്നതാണ്. അതിലാണ് ഈ 6 സ്റ്റാൻസായിട്ട് നിജപ്പെടുത്തുന്നത്. അതിനോടൊപ്പം അപ്ലോഡ് ചെയ്തിരിക്കുന്ന ലിങ്കിൽ വന്ദേമാതരത്തിന്റെ 6 സ്റ്റാൻസയുടെയും പൂർണ്ണ രൂപം ഉണ്ട് എന്നതുകൊണ്ടാണ് അത് നിർബന്ധിതമാക്കുന്നു എന്നൊരു അർത്ഥം വരുന്നത്. ചീഫ് സെക്രട്ടറി അതിപ്പോഴും റദ്ദാക്കിയിട്ടില്ല, പിൻവലിച്ചിട്ടുമില്ല. അത് നിലനിൽക്കെയാണ് വന്ദേമാതര ആലാപനം വേണ്ടതില്ല എന്ന കൃത്യമായ തീരുമാനം സംസ്ഥാന സർക്കാർ എടുക്കുന്നത്. ആകെ അതിന് വിരുദ്ധമായി സംഭവിക്കുന്നത് വനം വകുപ്പിന്റെ ഓഫീസിലെ പതാക ഉയർത്തൽ ചടങ്ങിൽ മാത്രമാണ്. അവിടെ വന്ദേമാതര ആലാപനം ഉണ്ടായി. അവിടെ പക്ഷേ രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടായിട്ടില്ല, ഉദ്യോഗസ്ഥർ മാത്രമാണ് ഉണ്ടായത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ മറ്റൊരു ഈ സർക്കാർ പരിപാടികളിലും വന്ദേമാതര ആലാപനം ഉണ്ടായിട്ടില്ല. അപ്പോൾ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ നയം വന്ദേമാതര ആലാപനവുമായി ബന്ധപ്പെട്ട് അത് 2 സ്റ്റാൻസ എന്നുള്ളത് മാത്രമല്ല സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി എവിടെയും ആലപിക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു ഇത്തവണത്തെ തീരുമാനം. നമുക്ക് ഓർമ്മയുണ്ട്, രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ പറഞ്ഞത് എന്ത് ശിക്ഷ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും കാലത്തിനപ്പുറത്തേക്കുള്ള ഒരു തീരുമാനമോ ആലാപനമോ ഉണ്ടാവുകയില്ല എന്നത് തന്നെയാണ്. അത് ആ അക്ഷരാർത്ഥത്തിൽ ഇവിടെ നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിരിക്കുന്നു. അതിലിനി തർക്കമില്ല. അവിടെ ദേശീയ തലത്തിൽ സംഭവിച്ചതിലേക്ക് രണ്ടാമത്തേത് പോവുകയാണ്. ദേശീയ തലത്തിൽ ഇത് ഒരു റെക്കോർഡഡ് അവതരണമായിരുന്നില്ല. ഈ പറയുന്ന സേവാദൾ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ആശയാദർശങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനമാണ്. അവർക്ക് രാജ്യത്ത് എവിടെയും നടക്കുന്ന രാഷ്ട്രീയ വർത്തമാനങ്ങളിലോ രാഷ്ട്രീയ മാറ്റങ്ങളിലോ രാഷ്ട്രീയ ചർച്ചകളിലോ ബോധ്യമുണ്ടാവേണ്ടതാണ്. എങ്ങനെയാണ് ചെങ്കോട്ടയിൽ ആദ്യമായി സ്വാതന്ത്ര്യദിനത്തിൽ വന്ദേമാതരം ആലപിക്കപ്പെടുന്നു എന്ന രാഷ്ട്രീയ സാഹചര്യത്തെ സേവാദളിന് മനസ്സിലാക്കാൻ കഴിയാതെ പോയത്? എന്തുകൊണ്ടാണ് അവർക്ക് അത് പൂർണ്ണമായും ആലപിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് കോൺഗ്രസിന്റെ തീരുമാനം ഇതാണ് എന്ന് തിരിച്ചറിയപ്പെടാൻ കഴിയാതെ പോയത്? ഇത് വിശദീകരിക്കപ്പെടേണ്ടതാണ്. ഇനി സോണിയാഗാന്ധി അടക്കമുള്ളവർ തടയാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ജയറാം രമേശ് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വന്ദേമാതരത്തെ തടസ്സപ്പെടുത്തുക എന്ന് പറയുന്നത് നിയമപരമായി കുറ്റകരമാണ്. അപ്പോൾ നേരത്തെ PR സുനിൽ ഇവിടെ പറഞ്ഞു എന്താണ് ഇതൊരു ആയുധമാണ് എന്നത്. ഇത് പുതിയ കാലത്ത് BJPയും RSSും മുന്നോട്ട് വെക്കുന്ന ഒരായുധമാണ് എന്ന് ആരാണ് തിരിച്ചറിയേണ്ടത്? അതിൽ കൊണ്ടുപോയി തലവെക്കാതിരിക്കുക എന്ന അർത്ഥത്തിൽ കോൺഗ്രസ് ആണ് തിരിച്ചറിയേണ്ടത്. അല്ലാതെ ഇപ്പോൾ ഞങ്ങൾ വന്ദേമാതരത്തെ തടസ്സപ്പെടുത്തിയില്ലേ എന്ന് വേണമെങ്കിൽ ഈ പ്രഖ്യാപനം നടത്തി നാളെ മുതൽ ഇപ്പോൾ തന്നെ പലയിടങ്ങളിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് തടസ്സപ്പെട്ടില്ല, പൂർണ്ണമായി ആലപിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ നിയമപരിരക്ഷ കിട്ടുക. ഇവിടെ ഒരു തുറന്ന നിയമയുദ്ധം തുടങ്ങുകയാണ് എന്ന് വിചാരിച്ചോളൂ. RSSന്റെയും BJPയുടെയും ആയുധം എടുത്ത് തേച്ച് മിനുക്കി തിരിച്ച് കയ്യിൽ കൊടുക്കുന്നതിന് തുല്യമാണ് അത്. നാളെ മുതൽ നിയമയുദ്ധം, നാളെ മുതൽ രാഷ്ട്രീയ ചർച്ചകൾ, നാളെ മുതൽ വലിയ വിവാദങ്ങൾ, നാളെ മുതൽ വിഭജനത്തിന് ഒരു ചർച്ചാ വിഷയം എന്ന നിലയ്ക്കായിരിക്കും അത്. നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ഓരോന്നിനെയും, പ്രത്യേകിച്ച്
ദേശീയതയുമായി ചേർന്ന് നിൽക്കുന്ന ഓരോന്നിനെയും ആയുധമാക്കി എടുത്തിട്ടുള്ളത്. നേരത്തെ സ്മൃതി മാഡം ചൂണ്ടിക്കാണിച്ചതുപോലെ സവർക്കർ വിരുദ്ധ പരാമർശം രാഹുൽ ഗാന്ധി നടത്തി എന്ന് പറയുന്ന നിയമപര പോരാട്ടത്തിലേക്ക് ഒരുപാട് കാലം പോയി. ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധിക്ക് അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്ന് ഒരു ആശ്വാസ വിധി ഉണ്ടാകുന്നത്. പക്ഷേ അതിനൊപ്പം തന്നെ AICCയിൽ സംഭവിച്ചത് നോക്കൂ, ട്രയൽ അടക്കം നടക്കുന്നതാണ് സാധാരണഗതിയിൽ. അപ്പോൾ AICCയിൽ സംഭവിച്ചത് ഒരു പിഴവാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയമായ പിഴവായിട്ടാണ് കോൺഗ്രസ് അതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് എങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് അതുണ്ടായത്, കോൺഗ്രസ് ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് അതുണ്ടായത് എന്നതുകൂടി വിശദീകരിക്കേണ്ടതുണ്ട്. തെലങ്കാനയിൽ, കർണാടകയിൽ, ഹിമാചലിലൊക്കെ അത് പൂർണ്ണമായും ആലപിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള നയം എന്താണ്? അതോ ഇതൊന്നും ചർച്ച ചെയ്യാൻ കോൺഗ്രസിന്റെ രാഷ്ട്രീയ വേദികളില്ലേ? കോൺഗ്രസിന് എങ്ങനെയാണ് സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ ഒരു രാഷ്ട്രീയ വിഷയമുണ്ട് എങ്കിൽ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ കൃത്യമായി അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അനവധിയൊന്നുമില്ലല്ലോ, കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്നത്. ഇനി ഉദ്യോഗസ്ഥർ മാത്രം ചേർന്നാണ് ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് എങ്കിൽ അപ്പോൾ സംസ്ഥാനത്ത് അങ്ങനെയല്ലല്ലോ, രാഷ്ട്രീയമായ ഇടപെടലും തീരുമാനവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ അതെങ്ങനെയാണ് ഇല്ലാതായി പോയത്? BJPയോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ തീരുമാനങ്ങൾ നടപ്പിലാക്കിയാൽ മാത്രമേ രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്ന് കോൺഗ്രസ് ഇപ്പോഴും വിചാരിക്കുന്നുണ്ടോ? മറ്റു സംസ്ഥാനങ്ങളിൽ ഈ ചോദ്യങ്ങളൊക്കെ അവിടെ ഉയരുന്നുണ്ട്. ഇന്ന് മോഹൻ കുന്നുമ്മൽ VC RSSന്റെ പരിപാടിയിൽ പോയി ഈ ദിവസം പറയുകയാണ്, അമ്മ ആരാണെന്ന് അറിയാത്തവരാണ് ഈ വന്ദേ മാതരത്തിനെതിരെ എതിർപ്പുയർത്തുന്നത് എന്നത്. നോക്കൂ, ഇപ്പൊ ഈ എന്തുകൊണ്ടാണ് ഈ 6 സ്റ്റാൻസുകൾ വേണ്ടതില്ല എന്ന തീരുമാനമെടുക്കുന്നത്? അതിൽ ഏകദൈവ വിശ്വാസത്തിന് വിരുദ്ധമായ പരാമർശങ്ങളുണ്ട് എന്നത്. ഇന്ത്യ ഒരു ജനാധിപത്യ മതേതര രാജ്യമാണ്. അവിടെ ഏകദൈവ വിശ്വാസമുള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ ദൈവവിശ്വാസമുള്ള ആളുകളുണ്ട്. വിശ്വാസങ്ങൾ, അവനവൻ്റെ വിശ്വാസം വെച്ച് പുലർത്താനുള്ള അവകാശം കൂടി നൽകുന്ന ഭരണഘടനയാണ് നമ്മുടേത്. അവിടെ എല്ലാ ക്ഷേത്രങ്ങളിലും ആരാധിക്കപ്പെടുന്ന പ്രതിമകൾ നിന്റേതു മാത്രമാണ് എന്നതും ഒന്ന്. അപ്പോൾ അവിടെ വിഗ്രഹാരാധന വരുന്നുണ്ട്. 2, നിന്റേതു മാത്രമാണ് എന്ന് പറയുമ്പോൾ അതിൽ ഏകദൈവ സങ്കല്പത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ വരുന്നുണ്ട്. താമരപ്പൂവിൽ വസിക്കുന്ന ലക്ഷ്മിയും വിദ്യ നൽകുന്ന സരസ്വതി ദേവിയും നീ തന്നെയാണ്. പരിശുദ്ധവും സമാനതകളില്ലാത്തവരും സമൃദ്ധിയേക്കുന്നതുമായ അമ്മേ, ഞാൻ നിന്നെ വന്ദിക്കുന്നു. അപ്പോൾ ഈ രാജ്യം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട സങ്കല്പങ്ങളിലേക്ക്, ദൈവാരാധനകളിലേക്ക് എങ്ങനെയാണ് ഒരു ദേശീയ ഗീതം രൂപപ്പെടുന്നത് എന്ന സംശയങ്ങളും ചർച്ചകളുമാണ് 2 സ്റ്റാൻസുകളിലേക്ക് അതിനെ പരിമിതപ്പെടുത്തുന്നതിന് ദേശീയ നേതാക്കളെ നിർബന്ധിക്കുകയും അവരുടെ ചിന്ത അവിടെ എത്തി നിൽക്കുകയും ചെയ്തത്. ഇത് എങ്ങനെയാണ് പൂർണ്ണാർത്ഥത്തിൽ ആലപിക്കണമെന്ന് കേന്ദ്ര നിർദ്ദേശം നൽകുക? അങ്ങനെ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ അത് നോക്കൂ, എത്ര രാഷ്ട്രീയ പാർട്ടികൾ കേന്ദ്ര നിർദ്ദേശങ്ങളും കേന്ദ്ര ഉത്തരവുമായി ബന്ധപ്പെട്ട് കോടതികളിലേക്ക് പോയിട്ടുണ്ട്. ഇത് ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കേണ്ട കാര്യമാണ്. അത് നിയമപരമായി അതായത് നമ്മുടേതൊരു മതേതര രാജ്യമാണ് എന്നിരിക്കെ വിശ്വാസപരമായ കാര്യങ്ങൾ വരുന്ന പരാമർശങ്ങൾ എങ്ങനെയാണ് ദേശീയതയുടെ ഐക്കൺ എന്നുള്ളത് നമ്മൾ പറയുക, അങ്ങനെ കൂട്ടിച്ചേർക്കപ്പെടുന്നത് എന്നത് ഭരണഘടനാ ബെഞ്ച് പരിശോധിച്ച് നിയമപരമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്ന അഭിപ്രായമുള്ള രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും മനുഷ്യരും ഒക്കെ വസിക്കുന്ന ഒരു നാട് കൂടിയാണ് ഇത് എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്നതാണ്. ഇപ്പോൾ തന്നെ നോക്കൂ, BJP ഹാൻഡിലുകൾ മുഴുവനും ഇന്ന് പറയുന്നത് AICCയിൽ സംഭവിച്ച നല്ല കാര്യമാണ്, നിങ്ങൾ ഈ വഴിക്ക് വരൂ എന്നുള്ളതാണ്. അപ്പം ആ വഴിക്ക് പോവേണ്ടതുണ്ടോ എന്നും ആ വഴിക്ക് വരുന്നു എന്ന് ചിത്രീകരിക്കപ്പെടേണ്ടതുണ്ടോ എന്നും കോൺഗ്രസ് തീരുമാനിക്കേണ്ടതാണ്. Meet the editors.